ഫ്ലിപ്കാർട്ട് ഗോഡ് സെയിലിന്റെ പേരിലാണ് സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ ഓഫറുകളുമായി തട്ടിപ്പ് സംഘം കളം നിറയുന്നത്. കണ്ടാൽ ഔദ്യോഗിക പേജുകളെന്ന് തോന്നിക്കും വിധമുള്ള വ്യാജ പേജുകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ തട്ടിപ്പ്. സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുമെന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് ബുക്കിംഗ് ചാർജും ഡെലിവറി ചാർജും ഒക്കെ ഈടാക്കിയാണ് വ്യാജന്മാർ വലയിൽ വീഴ്ത്തുന്നത്. ഫസ്റ്റ് തന്നെ എല്ലാവരും തന്നെ ഈ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ എന്തായാലും പോകണം. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണല്ലേ, അതായത് ഫ്ലിപ്കാർട്ട്, ആമസോൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനകത്തൊക്കെ ഇപ്പോൾ വലിയൊരു തട്ടിപ്പ് നടത്തുന്നുണ്ട്. എനിക്കിതിനെക്കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിലും പക്ഷേ ഇത് എങ്ങനെയാണ് ഈ സ്കാം വരണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ ഗോഡ് സെയിൽ എന്ന് പറഞ്ഞിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഭയങ്കര വിലക്കുറവിൽ സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് അവർ. അപ്പോൾ എന്തോ കുറേ ഓഫറിലൊക്കെ. സോ ഞാനിന്ന് ഫേസ്ബുക്കിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കണായിരുന്നു. അപ്പം ഞാൻ നോക്കാൻ നേരത്ത് ഫോണ് അത് ഇങ്ങനെ ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇന്ന് ഞാൻ കണ്ടപ്പോഴത്തേക്കും അത് ജസ്റ്റ് ഒന്ന് ഞാൻ നോക്കി. അതായത് വിവോയുടെ ഫോൺ ഉണ്ടല്ലോ, വിവോ V50 എന്ന് പറഞ്ഞൊരു ഫോൺ. അത് 899, അതായത് 899 രൂപയ്ക്ക് അത് ഓഫറിന് വിടുന്നത്. അപ്പം ഞാൻ നോക്കിയാൽ 36,000 രൂപയുടെ വിവോയുടെ ഫോൺ. ഞാൻ ചെയ്യും ഇതെന്നാ അത്ഭുതമായി പോയല്ലോ എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ നോക്കിയിട്ട് ഇതൊക്കെ നടക്കുക. നമുക്കിപ്പോൾ ഫ്ലിപ്കാർട്ടിന്റെ സെയിം ലോഗോ ഒക്കെ വെച്ചിട്ടാണ് അവരെ സംഭവം വരുന്നത് കേട്ടോ. ഞാൻ എന്നിട്ട് വേഗം ഇങ്ങനെ നമുക്ക് ഫേസ്ബുക്കിനകത്ത് ഇങ്ങനെ ചെറിയൊരു ഇതുപോലെ ഉണ്ടാവുമല്ലോ ഇങ്ങനെ പരസ്യം, അതിനകത്താണ് ഈ സംഭവം വരണത്. എന്നിട്ട് അപ്പൊ തന്നെ ഞാൻ ആ ഓപ്പൺ ലിങ്ക് പിടിച്ച് വെക്കി നേരെ ഒരു ലിങ്ക് ഇതിനകത്തോട്ട് പോയി, ഒരു വെബ്സൈറ്റിലോട്ട് പോയി. അപ്പൊ അത് ഓപ്പൺ ആയി. നേരിലൊക്കെയാണ് ഫ്ലിപ്കാർട്ട് എന്നൊക്കെ പറഞ്ഞാൽ സെർച്ചിന്റെ അവിടെയൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഫ്ലിപ്കാർട്ട് തന്നെ എഴുതി കാണിക്കുന്നതാണ്. സെയിം ഫ്ലിപ്കാർട്ടിന്റെ സെയിം വെബ്സൈറ്റ്. അപ്പൊ ഞാൻ 899 രൂപയ്ക്ക് ഫോൺ കിട്ടാൻ പോണേ. എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അത് എത്ര ഈ വിവോയുടെ V50 ഫോണൊക്കെ ഇത്രയും വിലക്കുറവിൽ കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലക്കാണല്ലോ. ഞാനന്നേരം ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടോ. എന്നിട്ട് ഞാനപ്പോൾ ഓരോ ഇത് ഞാൻ ഓക്കെ അടിച്ച് അക്സെപ്റ്റ് ചെയ്ത് എൻ്റെ അഡ്രസ്സൊക്കെ കൊടുത്തിട്ട് ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ എന്നിട്ട് ഞാൻ വിചാരിച്ചപ്പോൾ അത് ഡയറക്റ്റ് പോണത് എങ്ങോട്ടാ? ഗൂഗിൾ പേ, ഫോൺ പേ എന്നതിലോട്ടാണ് പോകുന്നത്. എന്നിട്ട് അവർ അതായത് പേയ്മെന്റ് ചെയ്യാൻ ഓപ്ഷൻ തന്നെ. അപ്പം ഞാൻ നോക്കിയിട്ടാണ് ക്യാഷ് ഓൺ ഡെലിവറി ഒന്നും ഇല്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു സത്യമാണോ? 899 രൂപ നമ്മൾ അടച്ചു കഴിഞ്ഞാൽ പേയ്മെന്റ് ചെയ്ത് നമ്മൾ 899 രൂപ പോവോ? പിന്നെ എനിക്ക് ടോട്ടലി സംശയം, കാരണം ക്യാഷ് ഓൺ ഡെലിവറി കാണുന്നില്ല. ക്യാഷ് ഓൺ ഡെലിവറി കാണിക്കണമല്ലോ. ഞാൻ പിന്നെ അങ്ങോട്ട് പരക്കം പായാൻ തുടങ്ങി കേട്ടോ. കുറേ തപ്പി നോക്കിയിട്ടാണെങ്കിലും കാണുന്നില്ല. ക്യാഷ് ഓൺ ഡെലിവറി ഒന്നുമില്ല. ബാക്കൊക്കെ അടിച്ചു നോക്കിയെന്നുണ്ടോ. എന്നിട്ട് പിന്നെ ഞാൻ വിചാരിച്ച് ഇത് സ്കാം എല്ലാം ആണോ? പക്ഷെ ഗോഡ് സെയിലൊക്കെ പറഞ്ഞ് നടത്തുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ബാക്ക് അടിച്ചിട്ട് നേരെ ഫ്ലിപ്കാർട്ടിന്റെ നമ്മൾ അതിന്റെ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, ആപ്ലിക്കേഷനിൽ തന്നെ ഞാൻ കയറിയിട്ട് ഞാൻ സെർച്ച് ചെയ്ത് നോക്കി അത് ഈ ഫോണിന് വല്ല ഓഫറും കിടക്കുന്നുണ്ടോ നോക്കിയപ്പോൾ ഇതിന് ഫോണിന് നോർമൽ റേറ്റ് ഒക്കെ തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. 10-30,000 രൂപയ്ക്ക് അടുത്തൊക്കെ തന്നെ വിലയുണ്ട്. വിലയ്ക്കൊന്നും ഒരു മാറ്റവും വ്യത്യാസം ഒന്നുമില്ല. പിന്നെ ഗോഡ് സെയിലിൻ്റെതായ പല ഓഫർ പ്രൈസും അതിനകത്ത് കിടപ്പുണ്ട് കേട്ടോ. ഞാനപ്പോ വിചാരിച്ചാൽ ഇതെന്ത് സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ അതിനകത്ത് കാണുന്നത് എന്താ എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. എന്നിട്ടാണെങ്കിലും ഞാൻ വീണ്ടും ബാക്ക് അടിച്ചിട്ട് വീണ്ടും ആ പേജ് തന്നെ ഓപ്പൺ ആക്കി നോക്കി. ആ പേജ് ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ അപ്പോഴും ഇത് തന്നെ കാണിക്കുന്നത്. പക്ഷെ അവർ കാണിക്കുന്നത് എന്താ, ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല, പേയ്മെന്റ് അപ്പം തന്നെ നമ്മൾ ചെയ്യണം എന്ന രീതിയിലാണ് കാണിക്കുന്നത്. എനിക്കപ്പോൾ ഡൗട്ടായിട്ടോ. വേഗം പോയിട്ട് ഞാൻ യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്തു സ്കാം അലേർട്ടിന്റെ വല്ലതും ഉണ്ടാകുന്ന അറിയാനായിട്ട്, ഫ്ലിപ്കാർട്ടിന്റെ ഗോഡ് സെയിലിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാകുന്ന അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പോയി യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്തിട്ടാണെങ്കിലും അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് ഫ്ലിപ്കാർട്ടിന് ഗോഡ് സെയിലിന് എന്തെങ്കിലും ഓഫർ പ്രത്യേകം കിടപ്പുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പോയി സെർച്ച് ചെയ്തു. നോക്കിയപ്പോൾ ഇതിന് റിപ്പോർട്ടർ ചാനൽ ന്യൂസ്. നിങ്ങൾ ചിലപ്പോൾ ഈ ന്യൂസ് കണ്ടിട്ടുണ്ടാകും. എന്തായാലും ഞാൻ ന്യൂസ് ഇവിടെ നിന്ന് വെക്കാം കേട്ടോ. ഫ്ലിപ്കാർട്ട് ഗോഡ് സെയിലിന്റെ പേരിലാണ് സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ ഓഫറുകളുമായി തട്ടിപ്പ് സംഘം കളം നിറയുന്നത്. കണ്ടാൽ ഔദ്യോഗിക പേജുകളെന്ന് തോന്നിക്കും വിധമുള്ള വ്യാജ പേജുകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ തട്ടിപ്പ്. സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുമെന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് ബുക്കിംഗ് ചാർജും ഡെലിവറി ചാർജും ഒക്കെ ഈടാക്കിയാണ് വ്യാജന്മാർ വലയിൽ വീഴ്ത്തുന്നത്. ഔദ്യോഗിക ആപ്പോ വെബ്സൈറ്റോ വഴി മാത്രമേ സാധനങ്ങൾ വാങ്ങാവൂ എന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഗോപാൽ ശിലാസനൽ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. ഗോപാൽ, ഈ ആമസോണിലാണെങ്കിലും ഫ്ലിപ്കാർട്ടിലാണെങ്കിലും ഇത്തരത്തിൽ വലിയ ഡിസ്കൗണ്ട് സെയിലൊക്കെ നടക്കുന്ന സമയത്ത് മലയാളികൾ അത് ആഘോഷമാക്കാറുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ കച്ചവടമാണ് ചുരുങ്ങിയ ദിവസങ്ങളിൽ തന്നെ കേരളത്തിൽ നിന്ന് മാത്രം സംഭവിക്കുന്നത്. അപ്പോൾ അത് തന്നെ ആ ഒരു സാഹചര്യമൊക്കെ മുതലാക്കുന്ന തട്ടിപ്പ് സംഘങ്ങൾ എപ്പോഴും ആക്റ്റീവായി രംഗത്തിറങ്ങാറുമുണ്ട്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെ. ഇത്തവണ എങ്ങനെയാണ് ഇവരുടെ ഒരു തന്ത്രം? എങ്ങനെയാണ് ഇവർ ആളുകളെ വലയിൽ വീഴ്ത്തുന്നത്? എന്താണ് മുന്നറിയിപ്പുകൾ? ഫ്ലിപ്കാർട്ട് അടക്കമുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായി വമ്പിച്ച വിലക്കുറവിലുള്ള വിൽപ്പന നടന്നു വരികയാണ്. അത്തരത്തിൽ ഫ്ലിപ്കാർട്ടിന്റെ ഗോഡ് സെയിൽ എന്ന മറവിൽ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി വലിയ തോതിൽ തട്ടിപ്പ് നടക്കുന്നു എന്നതാണ് ഇപ്പോൾ കേരള പോലീസിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. അതായത് ഒറിജിനലിനെ വെല്ലുന്ന തരത്തിലേക്കുള്ള വെബ്സൈറ്റിന്റെ അഡ്രസ്സും വെബ്സൈറ്റുകളും തയ്യാറാക്കി അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നു. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ സാമൂഹ്യ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ യഥാർത്ഥ വെബ്സൈറ്റിലും കാണുന്ന
കാണുന്ന അതേ തരത്തിലേക്കുള്ള ഇന്റർഫേസുകളുള്ള ഒരു വെബ്സൈറ്റിലേക്കായിരിക്കും ചെല്ലുന്നത്. ആ വെബ്സൈറ്റിൽ സാധാരണയേക്കാൾ വളരെ കുറഞ്ഞ വിലയിൽ ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ അടക്കമുള്ള വിവിധ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വിലക്കുറവിൽ വിൽക്കുന്നുവെന്ന് കാണിച്ചിരിക്കുന്നു, പ്രദർശിപ്പിച്ചിരിക്കുന്നു. അത് കണ്ട് അതിൽ ഡിസ്കൗണ്ട് നൽകുന്നതിന് വേണ്ടി പ്രത്യേക ചാർജ് നൽകണം, അല്ലെങ്കിൽ ഡെലിവറി ചാർജ് നൽകണം, കൂടാതെ തന്നെ ഈ ഓർഡർ ചെയ്ത സമയത്ത് ചാർജ് നൽകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഉപഭോക്താക്കളിൽ നിന്ന് പണം ഈടാക്കുന്നു. പിന്നീട് പണം നൽകിയതിനു ശേഷം ഈ അഡ്രസ്സിൽ സാധനം ലഭിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ബന്ധപ്പെടാൻ സാധിക്കാതെയോ വരുമ്പോഴാണ് തട്ടിപ്പ് നടന്നു എന്ന കാര്യം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായി ജാഗ്രത പാലിക്കണമെന്ന് പോലീസിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു. QR കോഡ് വഴി എന്തെങ്കിലും തരത്തിൽ പണം അയച്ചു നൽകരുത്, എന്തെങ്കിലും OTPകൾ ആവശ്യപ്പെട്ടാൽ അത് അറിയിക്കരുതും എന്ന്, അത് മറ്റാർക്കും കൈമാറരുത് എന്നും ഈ ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. എന്തെങ്കിലും തരത്തിൽ തട്ടിപ്പിന് ഇരയാക്കപ്പെട്ടാൽ പോലീസിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടണമെന്ന ഒരു അറിയിപ്പ് കൂടി കേരള പോലീസ് പുറത്തിറക്കിയിട്ടുണ്ട്. ശരി ഗോപാൽ, അപ്പോൾ ഡിസ്കൗണ്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ ചാടി വീഴാതിരിക്കുക, തട്ടിപ്പ് മുൻകൂട്ടി കാണുക. ഇതിനകത്ത് ഫ്ലിപ്കാർട്ടിലും ഇങ്ങനെയുള്ള ഓൺലൈൻ ആപ്പുകളിലും ഇതിന്റെ ഡ്യൂപ്പ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ പൈസ കിട്ടിക്കും, ആരും ക്യാഷ് ഓൺ ഡെലിവറി അല്ലാതെ ആദ്യം തന്നെ ഓർഡർ ചെയ്യുന്നൊക്കെ പറഞ്ഞ കമന്റ് ബോക്സിൽ കുറെ കമന്റ്സ് വന്ന് കിടക്കണം. ഞാനിങ്ങനെ വിചാരിച്ചു ദൈവം 899 രൂപ ഞാൻ കൊണ്ട് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ 899 രൂപ വെറുതെ പോയാലും ആ കള്ളന്മാര് കട്ടുകൊണ്ട് പോയാലും. ഇത് ഞാൻ നിങ്ങളോട്ട് എത്തിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ പോലെ അറിയാത്ത ആൾക്കാരുണ്ടാവും. ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ ഓൺലൈൻ ഫ്ലിപ്കാർട്ട്, ആമസോണൊക്കെ എപ്പോഴും യൂസ് ചെയ്യുന്ന ആളാണ്. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാതെ ഒന്നും യൂസ് ചെയ്യുന്നില്ല, ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യുന്ന ആളാണ് ഞാൻ. അങ്ങനെ ഭയങ്കരമായിട്ടും എന്താണ് അങ്ങനെ യൂസ് ചെയ്യുന്ന ആളല്ല. എന്നെ പോലെ ആൾക്കാരുണ്ടാവുമല്ലോ, എന്നെ പോലെ ഈ സ്കാമിനെ കുറിച്ചൊന്നും അറിയാത്ത ആൾക്കാരുണ്ടാവുമല്ലോ. സോ അവരോടാണ് പറയാനുള്ളത്, ഇത് വെറും സ്കാമാണ്, നമ്മുടെ പൈസ തട്ടിപ്പിക്കാനുള്ള കാര്യങ്ങളാണ്. ദയവ് ചെയ്ത് ക്യാഷ് ഓൺ ഡെലിവറി ഉള്ളതിൽ മാത്രം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് അത് ഓർഡർ ചെയ്യാൻ നോക്കാം. അല്ലാത്ത പക്ഷം നിങ്ങൾ അതിനെ വിശ്വസിക്കുകയേ ചെയ്യരുത്. കാരണം ഇതിപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയില്ലായിരുന്നെങ്കിലും സംഭവിച്ചേനെ, എന്റെ പൈസ പോയത്. ഇതുപോലെ തന്നെ ഞാൻ കുറെ ഇത് കാണുന്നുണ്ട്, ചെറിയ കുക്കറൊക്കെ 300 രൂപയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഓഫേഴ്സ് കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് കാണുമ്പോൾ അത്ഭുതം തോന്നി, ഇന്നത്തെ കളിപ്പിലാണ് ആളുകളൊക്കെ ഇന്നത്തെ പെടുന്നുണ്ടാവുമെന്ന്. അപ്പൊ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളോട് തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഓൺലൈൻ വഴിയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ നേരത്ത് വളരെയധികം ശ്രദ്ധിക്കാത്ത മെയിൻ ഈ ഒരു വെബ്സൈറ്റ് തന്നെയാണോ നോക്കാം. മെയിനായിട്ട് നിങ്ങൾ എപ്പോഴും കയറുമ്പോഴത്തേക്ക് ലിങ്ക് വഴി ഒന്ന് കയറുക, ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ത്രൂ തന്നെ കയറുക. അപ്പൊ പിന്നെ കുഴപ്പമുണ്ടാവില്ല. അപ്പൊ അതാണ് ഇന്നത്തെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ചതി പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം, കാണുന്നവർക്കൊക്കെ അതൊന്ന് മനസ്സിലായിക്കോട്ടെ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ പറ്റുമെന്ന് ഒരു ഹൈപ്പും കൂടി ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.